തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെയുണ്ടായ സംഘർഷം ഇരുവിഭാഗങ്ങളിലുമായി 200ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരം തൃക്കരിപ്പൂരിലെ ബീരിച്ചേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വലിയപറമ്പ് പഞ്ചായത്തിലെ പടന്നക്കടപ്പുറത്ത് രാത്രി 8:45 എത്തിയപ്പോഴാണ് സംഘർഷം ഉടലെടുത്തത്. റോഡ് ഷോയ്ക്ക് നേരെ ഇരുട്ടിൽ നിന്നുണ്ടായ കല്ലേറിനെ തുടർന്ന് LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. റോഡ് ഷോയ്ക്ക് വഴിയൊരുക്കി നൽകുന്നതിനിടയിൽ വലിയപറമ്പിലെ UDF നേതാവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി KK അമീന് കല്ലേറിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. തുടർന്ന് പടന്നക്കടപ്പുറത്തെ CPM ഓഫീസായ PP ദാമോദരൻ സ്മാരക മന്ദിരത്തിന്റെ ജനൽ ചില്ലുകൾ കല്ലേറിൽ തകർന്നു. സംഘർഷം പടരുന്നതിനിടയിൽ പടന്നക്കടപ്പുറത്തെ കോൺഗ്രസ് ഓഫീസായ TV കുഞ്ഞമ്പു സ്മാരക മന്ദിരത്തിന് നേരെ അക്രമം നടന്നു. ഓഫീസിന് പുറത്ത് കസേരകൾ ഉൾപ്പെടെയുള്ള ഫർണിച്ചറുകൾ അടിച്ചു തകർത്തു. ജനൽ ചില്ലുകളും കല്ലേറിൽ തകർന്നു. അക്രമം നടന്ന CPM ഓഫീസ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ നേതാക്കൾക്കൊപ്പം സന്ദർശിച്ചു. അക്രമത്തിൽ തകർന്ന പടന്നക്കടപ്പുറത്തെ കോൺഗ്രസ് ഓഫീസ് നിയുക്ത MLA സന്ദീപ് വാര്യരും UDF ജില്ലാ നേതാക്കളും സന്ദർശിച്ചു. തൃക്കരിപ്പൂർ പടന്ന സംഘർഷം CPM പടന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ UDF പ്രവർത്തകർ കല്ലെറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ സിറ്റി ചാനലിന് ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.